നമസ്കാരം. PR ഏജൻസിയുടെ നിർദ്ദേശത്തെ തുടർന്ന് CPM ഉറപ്പിച്ചതാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ട മുസ്ലിം വിരോധം അല്ലെങ്കിൽ മുസ്ലിം ഭീതി ആയിരിക്കണമെന്നുള്ളത്. കാരണം എങ്കിൽ മാത്രമേ UDF-നെ പരാജയപ്പെടുത്തി വീണ്ടും മൂന്നാം തവണ അധികാരത്തിലെത്താൻ കഴിയൂ എന്ന ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം PR ഏജൻസി ഈ നിർദ്ദേശം നൽകിയത്. അത് കിട്ടിയ അന്നു മുതൽ CPM മുഖ്യമന്ത്രിയിൽ തുടങ്ങി വളരെ ആസൂത്രിതമായി ഈ മുഖ്യ അജണ്ട കേരളീയ മനസ്സിലേക്ക് ഇപ്പോൾ ഏകദേശം വളരെ ദൃഢമായ രീതിയിൽ എത്തിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവനകളായിരുന്നു AK ബാലൻ്റെയും അതിനെ തുടർന്നിട്ട് മന്ത്രി സജി ചെറിയാൻ്റേതുമൊക്കെ. എപ്പോഴും ഈ ഒരു അജണ്ടയെ ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ടിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി കൈകോർത്തുകൊണ്ട് അല്ലെങ്കിൽ തോളിൽ കൈയിട്ടുകൊണ്ട് അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് വീണ്ടും ഈ മുസ്ലിം ഭീതിയെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഇടയിൽ അത് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ഭീതി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് AK ബാലൻ പറയുകയുണ്ടായി. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മതരാഷ്ട്രവാദത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കേരളത്തിൻ്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ UDF വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന മുസ്ലിം തീവ്രവാദ സ്വഭാവമുള്ളവരായിരിക്കും കേരളത്തെ ഭരിക്കുക. ഈ ഒരു സന്ദേശത്തിലൂടെ BJPക്കും ഗുണമുണ്ടാക്കുക, അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ രക്ഷകരായിട്ട് തങ്ങളെ ജനങ്ങളെ കൊണ്ട് സ്വീകരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. BJP പോലും പച്ചയ്ക്ക് ഈ രീതിയിൽ ഉന്നയിക്കാത്ത ഒരു സംഗതിയാണ് CPM-ലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിൽ, ഏതാണ്ട് 11ഓളം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP ഒന്നാമതെത്തിയിട്ടുണ്ട്. 15ഓളം മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടേറെ മണ്ഡലങ്ങൾ BJP ഇത്തവണ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുങ്ങിയത് 10-ൽ താഴെയെങ്കിലും 4-നും 8-നും ഇടയ്ക്കെങ്കിലും സീറ്റുകളിൽ വിജയിക്കുക എന്നുള്ളത് BJPയുടെ ലക്ഷ്യമാണ്. അതിനുവേണ്ടി BJPയും CPM-ഉം തമ്മിൽ ഒരു അന്തർധാരയോ അതല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പോ അല്ലെങ്കിൽ ചില ധാരണകളൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് അസ്ഥാനത്തുമാകാനിടയില്ല. കാരണം ഏത് വിധേനയും അധികാരത്തിലെത്തുക എന്നത് CPM-ന്റെ മുഖ്യ അജണ്ടയായിട്ട് അവർ ഏറ്റെടുക്കുകയും അതിന് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളൊരു സമീപനത്തിൽ നിന്നാണ് ഈ ഒരു നിലപാട് സ്വീകരിച്ചത്. സജി ചെറിയാൻ പറഞ്ഞ ഒരു പ്രസ്താവന വളരെയധികം പ്രതികൂലമായ പ്രതികരണങ്ങൾ CPM-നെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടായി. മാത്രമല്ല CPM അണികൾക്കുള്ളിൽ നിന്നും നേതാക്കൾക്കിടയിൽ നിന്ന് പോലും CPM-ന് ഒട്ടേറെ വിമർശനം ഏൽക്കേണ്ടി വന്നു. അതായത് മലപ്പുറത്തെയും കാസർഗോട്ടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ജയിച്ച പ്രതിനിധികളുടെ പേര് നോക്കൂ, എന്നിട്ട് കേരളത്തിൽ നടക്കുന്ന ധ്രുവീകരണത്തെ തിരിച്ചറിയൂ എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. അതാണ് വളരെയധികം ആരോപണങ്ങൾക്കും അതേപോലെ വിമർശനങ്ങൾക്കും ഇടയാക്കിയത്. തുടർന്ന് സജി ചെറിയാൻ തൻ്റെ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അതേസമയം അദ്ദേഹം പ്രസ്താവന പിൻവലിക്കുന്നില്ല. പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നില്ല. മറിച്ച് ആർക്കെങ്കിലും അത് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഖേദിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുകയുണ്ടായി, എന്തിനാണ് സജി ചെറിയാൻ അതിൽ ഖേദം പ്രകടിപ്പിച്ചത് എന്ന്. കാരണം സജി ചെറിയാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണല്ലോ എന്ന്. വീണ്ടും ആ കേന്ദ്ര സന്ദേശം ആവർത്തിക്കപ്പെടുന്നു. അതേസമയത്ത് പുരോഗമന പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ പുരോഗമന പാർട്ടിയുടെ പ്രതിനിധികൾക്ക്, പാർട്ടി ഭാരവാഹികൾക്ക് ഒക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ കാരണമായി
ഒരു അബദ്ധ പ്രസ്താവന, ജാഗ്രതയില്ലാത്ത പ്രസ്താവന, CPM എപ്പോഴും അങ്ങനെ ഉപയോഗിക്കുന്നത്, ജാഗ്രത എന്നുള്ള വാക്കാണ്. ജാഗ്രതയില്ലാത്ത പ്രസ്താവന സജി ചെറിയാന്റെ ഭാഗത്തു നിന്ന് വന്നു. അതിന് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. പക്ഷേ സജി ചെറിയാൻ പറഞ്ഞ സംഗതി വീണ്ടും കൂടുതൽ കൂടുതൽ ശക്തമായി വെള്ളാപ്പള്ളി നടേശനിലൂടെ അത് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനെ തൊട്ട് പിന്നാലെയാണ് ഏറ്റവും ഒടുവിൽ CPM-ന്റെ ഒരു ബുദ്ധിജീവി കൂടിയായി സ്വയം കരുതുന്ന മന്ത്രി MP രാജേഷ് പുതിയ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മതമല്ല പ്രശ്നം എന്ന 80കളിലെ DYFIയുടെ പ്രസ്താവനയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ KM ഷാജി മതമാണ് പ്രശ്നം എന്ന് പറയാൻ ഇടയാക്കിയത്. കാരണം 80കളിൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് കണ്ട ആ ചുവരെഴുത്തിനെ തുടർന്നിട്ടാണ് അന്ന് DYFI മതമല്ല പ്രശ്നം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത്. യഥാർത്ഥത്തിൽ ഈ വർഗീയതയ്ക്കെതിരെയുള്ള യഥാർത്ഥ പോരാളികൾ തങ്ങളാണ്. മുസ്ലിം വർഗീയത ആയിക്കോട്ടെ, ഹിന്ദു വർഗീയത ആയിക്കോട്ടെ, ഈ വർഗീയതയ്ക്കെതിരെയുള്ള ഇരുഭാഗത്തെയും ഒരേപോലെ എതിർക്കുകയും ഇരുഭാഗത്തു നിന്ന് ഒരേപോലെ ആക്രമണം ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന പോരാളികൾ തങ്ങളാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഭംഗ്യന്തരേണ അദ്ദേഹം ഈ ഒരു സംഗതി ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന ആ ഒരു ചുവരെഴുത്ത് തന്നെയാണ് ഇപ്പോൾ CPM ഉയർത്തിക്കാട്ടുന്ന ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ മനോഹരമായിട്ട് സജി ചെറിയാൻ പറഞ്ഞതും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതും AK ബാലൻ പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും ഒക്കെ വളരെ സുവ്യക്തമായ രീതിയിൽ, ശക്തമായ രീതിയിൽ, മനുഷ്യ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലാണ് ഇപ്പോൾ MP രാജേഷും അത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പുറമെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് പുരോഗമനത്തിൻ്റെ കുഞ്ചലങ്ങൾ അല്ലെങ്കിൽ തൊങ്ങലുകൾ നമുക്ക് കാണുകയും ചെയ്യാം.